ഇന്ന് നമ്മൾക്ക് അടിപൊളി ഒരു മീൻ മുളകിട്ട് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ആഗോലി മീനാട്ടോ എടുത്തിട്ടുള്ളത്. ആഗോലി മീൻ ഇവിടെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈമിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു മസാല റെഡിയാക്കണ്ടേ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും, പാകത്തിന് ഉപ്പും പാകത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്ക് മസാല അങ്ങ് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു 1/2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതങ്ങ് കഴുകി വൃത്തിയാക്കിയെടുത്ത ആഗോലിയിലേക്ക് പുരട്ടി കൊടുക്കുക. അപ്പോൾ ആഗോലി മീൻ ചില സ്ഥലങ്ങളൊക്കെ തോലൊക്കെ പൊളിക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ തോല് പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ പോയി പോട്ടോ. നമുക്ക് മീൻ മാർക്കറ്റിൽ നിന്നൊക്കെ മുറിച്ച് തരാൻ ഈ ഒരു ടൈപ്പിലാണ്. ഇവിടെ മലബാർ ഏരിയയിലൊക്കെ, ചില സ്ഥലങ്ങളിലൊക്കെ വേറെ ഇതിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അങ്ങനെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മസാലയൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. പാന് വയ്ക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അല്ല 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ ഓരോ മീൻ ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഓയിലിൽ ഇതേപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ മീൻ. എന്നാൽ അധികം അടിക്കൊന്നും പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതേപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് റെഡിയാക്കി എടുക്കാം. ഇത് അധികം മുരിഞ്ഞൊന്നും വരണ്ട കേട്ടോ. മീൻ അധികം വെന്ത് കഴിഞ്ഞാൽ മീനിൻ്റെ ടേസ്റ്റേ പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു വിധത്തിലായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഈ ഒരു വിധത്തിലായാൽ മതി. ഇതിലേക്കുള്ള മസാല വേറെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക. അധികം ഉലുവ ചേർത്താൽ കൂടുതലായി പോയാൽ കഴിക്കൂട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളക് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് അങ്ങ് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ നിങ്ങൾ 2 എണ്ണം ചേർത്തോളൂ കേട്ടോ. അങ്ങനെ നമ്മൾക്കിതാ തക്കാളിയൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്തൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും, പിന്നെ 1 ടേബിൾ സ്പൂണ് ഞാൻ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പും. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ മീറ്റ് മസാല ഇഷ്ടമില്ലെങ്കിൽ ചിക്കൻ മസാലയും ചേർക്കാം കേട്ടോ. പിന്നെ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇതിലേക്ക് കുരുവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ഒരു മീൻ അങ്ങ് ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടി ചേർക്കണേ. അപ്പോൾ മീനൊക്കെ ചേർക്കുമ്പോൾ ചെറിയ ഫ്ലെയിമിലേക്ക് അങ്ങ് വയ്ക്കാം. മീൻ പൊട്ടിപ്പോവാതെ വിധത്തിലെടുക്കണം കേട്ടോ. അത്രയും സോഫ്റ്റ് മീനാണല്ലോ ആവോലി, ഐക്കൂറ അതൊക്കെ. അപ്പോൾ ഞാനിതാ മീനൊക്കെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മസാലയൊക്കെ ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം മേൽഭാഗം ഒന്ന് റെഡിയായി വരും കേട്ടോ. ഇതിങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ചെറിയ തീയിൽ തന്നെ വെക്കണേ. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് തോന്നില്ല. ഇത് ചോറിൻ്റെ കൂടെ തന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഈ ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെ ഒക്കെ പോകുന്ന ഒരു അടിപൊളി മീൻ മുളകിട്ടതാട്ടോ ഇത്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. മുളകിട്ട് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ എടുക്കാം. പക്ഷേ ഞാനിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ചേർത്ത് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു 1/4 കപ്പ് ഞാൻ തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തു. ഇനി മൂടി വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിലങ്ങ് വേവിച്ചെടുക്കാം. അധികം വേവിച്ചതാക്കരുത് കേട്ടോ. അങ്ങനെ ചെറുതായി വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തു. അപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.